तुमि हृदि तुमि मर्मा त्वं हि प्राणा शरीरे बाहुते तुमि मा शक्ति हृदये तुमि मा भक्ति तुम्हारी प्रतिमा गढ़ी मंदिरे मंदिरे वंदे मातरम् त्वं हि दुर्गा दश प्रहरण धारिणी എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭാരതത്തെ സ്നേഹിക്കുന്നവരെല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായ ഒരു ഗീതമുണ്ട്, രാഷ്ട്രഗീതം. ശരിയായിട്ട് പറഞ്ഞാൽ അത് ദേശീയഗാനം ആക്കണം എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അന്ന് സ്വാതന്ത്ര്യ സമര സമയത്ത് ആവശ്യപ്പെട്ടതാണ്. ആ ഗാനമായിരുന്നു ജനങ്ങളെ സ്വാതന്ത്ര്യദിനത്തിന് പ്രചോദിപ്പിച്ചത്. അത് സുഭാഷ് ചന്ദ്രബോസിനെ ആയാലും ഈ നമ്മൾ രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയാണെങ്കിലും ഉൾപ്പെടെയുള്ളവരെ പ്രചോദിപ്പിച്ചത് ഈ ഒരു ഗീതമായിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം. അതിൻ്റെ അന്ന് കോൺഗ്രസ്സുകാർ അവരുടെ യോഗങ്ങളിൽ അത് പൂർണ്ണമായി ആലപിച്ചിരുന്നു. 6 ചരണങ്ങളും ആലപിച്ചിരുന്നു. പക്ഷേ ഈ കോൺഗ്രസ്സുകാർ തന്നെ അതിനെ ഈ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അങ്ങനത്തിൻ്റെ ആവശ്യമില്ലാതായിരുന്നു. കാരണം മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വെട്ടിമുറിച്ച് ഒരു രാഷ്ട്രം ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിച്ചതാണ്. അവരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ നമ്മൾ 3 മക്കളുണ്ട്. അതിൽ ഒരു മകൻ കുടുംബ വീതം വെച്ച് ആ ഒരു ഭാഗവും കൊണ്ട് അങ്ങ് പോയി, അവൻ വേറെ പോയി. ആ കുടുംബത്തിലുള്ളവരെ മൊത്തം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് പിന്നെ ആ മകന് പിന്നെ ഈ കുടുംബത്തിൽ എന്തെങ്കിലും അവകാശമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഈ മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് ഒരു മതരാജ്യമുണ്ടാക്കി പോയ ആ ഒരു മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ അതിനുശേഷം ആ ഒരു വിഭാഗത്തിന് ഒരു സാധാരണ പോലുള്ള പരിഗണന മാത്രമേ കൊടുക്കാവൂ. അതായത് ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു സാധാരണ പൗരന് ഈ രാജ്യത്തെ ഹിന്ദുവിനുള്ള ആ ഒരു പരിഗണന മാത്രമേ ആ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് ഇവരുടെ ആ ശിഷ്ടഭാഗത്തിന് കൊടുക്കാൻ പാടുള്ളായിരുന്നു. പക്ഷേ അതിന് പകരം എന്താണ് ചെയ്തത്? അവർക്ക് ഹിന്ദുവിനെക്കാട്ടി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ്, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയവർക്ക്, ത്യജിച്ചവർക്ക് ഉപരിയായിട്ടുള്ള അവകാശങ്ങൾ കൊടുത്ത് അവരുടെ സ്വത്തുവകകൾ വരെ കൈയടക്കുവാനുള്ള അവരുടെ അനുവാദം കൊടുത്ത് അവരെ മുകളിലിരുത്തിക്കൊണ്ട് അവർക്കിഷ്ടമില്ല എന്ന് ഉള്ള തരത്തിൽ ഈ ദേശീയഗാനമാക്കാൻ സമ്മതിക്കാതെ ജനഗണമന ദേശീയഗാനമാക്കിയ കൂട്ടരാണ് കോൺഗ്രസ്സുകാർ. പക്ഷേ പുതിയ ദേശസ്നേഹികളുടെ ഭരണമാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. ദേശീയവാദികളുടെ ഭരണമാണ് നടക്കുന്നത്. അവർ രാജ്യത്തിന് വേണ്ടി ആണ് ജീവിക്കുന്നത്. അവരെന്ത് ചെയ്തു? അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് എല്ലാവരെയും പ്രചോദിതരാക്കിയ ആ ഗീതത്തെ ദേശീയഗാനത്തിനോട് ഒപ്പം തന്നെ ഉള്ള ബഹുമതിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ബഹുമാനിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവന്നു. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഈ വന്ദേമാതരം ഗീതം ആലപിക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. പാർലമെൻറ്റ് പാസ്സാക്കി. അത് ദേശീയഗാനത്തിനും തുല്യമായിട്ടുള്ള പരിഗണനയാണ്, മൂല്യമാണ് അതിന് നൽകിയിരിക്കുന്നത്. അത് കാരണം ആദ്യമായിട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് സ്വാതന്ത്ര്യദിനത്തിൽ, അതിനുശേഷമുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യദിനമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. എല്ലാവരും ദേശീയഗീതത്തിന് വേണ്ട പ്രാധാന്യത്തോടുകൂടി അതിനെ ആലപിച്ചു. എന്നാൽ തമിഴ്നാട് സർക്കാർ എന്താണ് ചെയ്തത്? തമിഴ് തായ്പാട്ട് അവരുടെ സംസ്ഥാന ഗീതം, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ ദേശീയഗാനത്തിനെക്കാട്ടിലും
ഈ ദേശത്തിനെക്കാട്ടിലും വലുത് തങ്ങളാണെന്നുള്ള ആ ഭാവനയിൽ നടക്കുന്ന തമിഴ്നാട്ടുകാർ ദേശീയ ഗീതത്തിന് ഉപരിയായിട്ട് അല്ലെ ദേശീയ ഗാനത്തിനും ഉപരിയായിട്ട് ഇതിനെ കൊണ്ടുവന്നൊരു ബിൽ കൊണ്ടുവന്നു. അതായത് ദേശീയഗാനം ആലപിക്കുന്നതിനും ഏതൊരു ചടങ്ങ് നടന്നാലും ആദ്യം തമിഴ് തായ്പാട്ട് പാടിയതിന് ശേഷം മാത്രമേ ദേശീയ ഗീതം ആലപിക്കാവൂ എന്നൊരു നിയമം കൊണ്ടുവന്നതനുസരിച്ച് ദേശീയ ഗാനവും ദേശീയ ഗീതവും അതായത് വന്ദേ മാതരവും ജനഗണമനയൊക്കെ ഈ തമിഴ് തായ്പാട്ടിൻ്റെ കീഴിലേ വരത്തുള്ളൂ, അതിന് താഴെ നിൽക്കത്തുള്ളൂ. അത് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നതും അതിൻ്റെ താഴെ വരത്തുള്ളൂ എന്നർത്ഥം. അങ്ങനൊരു ബില്ല് കൊണ്ടുവന്ന് അത് ആചരിക്കാൻ പോയ വിദ്വാൻമാരെ അവിടുത്തെ ഹൈക്കോടതി നല്ലൊരു പണിയാൻ കൊടുത്തു. അവിടുത്തെ രജിസ്ട്രാറെല്ലാം കർശന നിർദ്ദേശം നൽകി ആദ്യം ദേശീയ ഗീതം ആലപിച്ചിട്ട് വേണം തമിഴ് തായ്പാട്ടായാലും ഏതായാലും ഇത് ചെയ്യേണ്ടതെന്ന്. എന്നാൽ നമ്മുടെ കേരളത്തിൽ എന്താണ് നടത്തി? ഇവരുടെ സഖ്യകക്ഷി കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി തന്നെയാണ് തമിഴ്നാട്ടിൽ ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്ന കോൺഗ്രസും സഖ്യകക്ഷികളും. ഇവിടെ എന്താണ് ചെയ്തത്? സ്കൂളുകളിൽ പോലും നിർദ്ദേശം കൊടുത്തില്ല വന്ദേമാതരം ചൊല്ലാൻ. നിയമമാണ് നമ്മുടെ ദേശീയഗാനത്തിൻ്റെ തുല്യ പ്രാധാന്യവും അതേ പരിഗണനയുമുള്ള ദേശീയ ഗീതം വന്ദേമാതരം പാടണം എന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകാൻ കേരള സർക്കാർ തയ്യാറായില്ല. അതാരാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത്? മുസ്ലിം ലീഗ്. അവരെങ്ങനെ ഇത് നിർദ്ദേശം നൽകും? കാരണം നമുക്കറിയാമല്ലോ, പണ്ട് ഇവരുടെ പൂർവികർ ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നത് നമുക്കറിയാം. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞവരാണ് ഈ വിദ്വാന്മാരുടെ പൂർവികർ. അവരുടെ പിൻഗാമികൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അവരുടെ ഉള്ളിലെന്ന് പറയുന്നത് ഈ ഒരു ചിന്താഗതിയേ ഉള്ളൂ. അങ്ങനെയുള്ളവർ ഈ ദേശത്തിനെ എന്തായാലും സ്നേഹിക്കത്തില്ല, ദേശീയ ഗീതത്തെ അംഗീകരിക്കത്തില്ല. അവരതുകൊണ്ട് സ്കൂളുകളിൽ നിർദ്ദേശം കൊടുത്തില്ല, അവർ ഭരിക്കുന്ന വകുപ്പിൽ നിർദ്ദേശം കൊടുത്തില്ല. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, പുള്ളിയുടെ ഈ സ്ഥാനം പോകരുതെന്നുണ്ടെങ്കിൽ അവരുടെ താളത്തിനൊത്ത് തുള്ളണം. കാരണം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കന്മാരെ കിട്ട് പാര വെച്ച് മുഖ്യമന്ത്രിയായത് മുസ്ലിം ലീഗിൻ്റെ കടുംപിടുത്തം കൊണ്ടാണ്. മുസ്ലിം ലീഗ് കർശനമായി ഹൈക്കമാൻഡിനോട് പറഞ്ഞു സതീശനെ മാത്രമേ ആക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയാക്കി. അങ്ങനെയുള്ളപ്പം എന്തായാലും സതീശൻ പറയുകയില്ലല്ലോ, ഒക്കത്തില്ല, ഞാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണ് സ്കൂളുകളിൽ വന്ദേമാതരം ചൊല്ലണം എന്ന് നിർദ്ദേശിക്കത്തില്ല. നമ്മുടെ ഇവിടുത്തെ കോടതി എന്ത് നോക്കിയിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. തമിഴ്നാട് കോടതി ചെയ്തതിൻ്റെ കൂട്ട്, തമിഴ്നാട് ഹൈക്കോടതി ചെയ്തതിൻ്റെ കൂട്ട് കേരള ഹൈക്കോടതിക്കും ചെയ്യാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇന്ന് പറഞ്ഞ് വരാൻ കാരണം, ഇതിപ്പോൾ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ ദില്ലിയിലൊരു നാടകം നടന്നു. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അവിടെയാണല്ലോ. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് സോണിയാഗാന്ധി അവരുടെ മക്കളായ, അവരെ ഗാന്ധി എന്ന് വിളിക്കാൻ ഒക്കത്തില്ല എങ്കിലും സോണിയയും അവരുടെ മക്കളായ പ്രിയങ്ക വാദ്രയും രാഹുലും ആണല്ലോ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് പാദസേവ ചെയ്യുന്ന മല്ലികാർജുൻ ഖാർഗെയെ പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്നു. പാദസേവ ചെയ്യുന്നവരെ മാത്രമേ ഒരു സ്ഥാനത്തിരുത്തുള്ളൂ. ഇവരുടെ പാദസേവ ചെയ്യുന്ന വേണുഗോപാലിനെ ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. അപ്പം 2 പാദസേവകർ അപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് ഇവർക്കിത് ചെയ്യുന്നത്. അപ്പം ദേശീയഗാനത്തിന് ഒപ്പം ദേശീയഗീതം ആലപിക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ദേശീയഗീതത്തിൻ്റെ അവർ പറയുന്ന 2 ചരണം മാത്രമേ പാടത്തുള്ളെന്നും പറഞ്ഞ് അവർ എല്ലാം തീരുമാനിച്ച് ആഘോഷിച്ചു. ഇവരെന്നിട്ട് സേവാദളിനെ മറ്റുമാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. ഇവരവിടെ ഇങ്ങനെ എല്ലാം വടി പോലെ നിൽക്കുന്ന സമയത്ത് ദേശീയഗീതം ആലാപനം നടന്നു. 2 ചരണം കഴിഞ്ഞ് പിന്നെ മുന്നോട്ടങ്ങോട്ട് പോയപ്പോഴത്തെ ഇവർ നിന്ന് ഞെളിപിരി കൊള്ളുന്നെന്ന് കാണണം. സോണിയയും ഈ രാഹുലും ഈ മറ്റേ പ്രിയങ്ക വാദ്രയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല, അവരവിടെ ഉണ്ടായിരുന്നെന്നറിയില്ല. പിന്നെ വേറൊരു ഒരുത്തനുണ്ടല്ലോ, ഇവരുടെ പ്രസിഡൻറ്റ് മല്ലികാർജുൻ ഖർഗെ, ഇവരിൽ നിന്നങ്ങ് ഞെളിപിരി കൊള്ളുകയാണ് ഈ 2 ചരണം കഴിഞ്ഞപ്പോൾ. എന്നുവെച്ചാൽ അവർ ഇത് ചൊല്ലുകയില്ല എന്ന് തീരുമാനിച്ചതാണ്. ലീഗ് കോൺഗ്രസിനോട് ഉത്തരവിട്ടതാണ്, നിങ്ങളത് ചെയ്യാൻ പാടില്ല. അതനുസരിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് വരെ തയ്യാറായിരിക്കുമ്പോഴാണ് ഇവിടെ
അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇവരവിടെ ഇരുന്ന് ഞെളിപിരി കൊണ്ട് നമ്മൾ ഈ ഉറുമ്പും കൂട്ടിൻ്റെ അബദ്ധത്തിന് ചെന്ന് നിന്നാൽ എന്തുവാണ് അവസ്ഥ? കാലയിൽ ഉറുമ്പ് കടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കിടന്ന് ഞെളിപിരി കൊള്ളുന്നതിൻ്റെ കൂട്ട് ഇവരെല്ലാം കിടന്ന് ഞെളിപിരി കൊള്ളുന്നു. കാല് കാണിക്കുന്നു, കൈ കാണിക്കുന്നു, നിർത്താൻ പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, എല്ലാം നാടൻ ഡാൻസ് കളിക്കുമായിരുന്നു അവിടെ നിന്ന്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഈ കോൺഗ്രസ്സിന് എത്രമാത്രം ദേശവിരുദ്ധതയാണ് ഉള്ളിലുള്ളതെന്ന്. ഈ രാജ്യത്തിനെ കൊണ്ടുള്ള സ്നേഹവും ഒട്ടും ഇല്ല എന്നുള്ളതാണ് ഇന്നലെ ആ കണ്ട കാഴ്ചയിൽ നിന്ന് മനസ്സിലായത്. ഖർഗെ ആയാലും സോണിയയായാലും രാഹുലായാലും വേണുഗോപാലായാലും ഒരുത്തരും ദേശസ്നേഹം ഒരു തരിമ്പുമില്ല എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു ഇന്നലെ നമ്മൾ ആ കണ്ട നാടകം. അവർക്ക് രാജ്യം എന്നുള്ള ഒരു വികാരമല്ല അവരുടെ മനസ്സിൽ. ഈ രാജ്യത്തിൻ്റെ ഭരണം എന്നുള്ള കസേര കിട്ടുക, അവിടെ കയറി കുറേ അഴിമതി നടത്തുക, കുറേ പണം ഉണ്ടാക്കുക, പിന്നെ വിദേശത്തുനിന്ന് ജോർജ് സോറോസിൻ്റെ കൂട്ടുള്ള അവരുടെ ഡീപ് സ്റ്റേറ്റുകളിൽ നിന്ന് കുറേ പണം മേടിച്ചിട്ട് രാജ്യത്തിനെ നശിപ്പിക്കുന്നതിനായി. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായാലും സൈനികമായാലും വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കിയിട്ട് രാജ്യത്തിനെ പുറകോട്ടടിക്കും. അതായത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യമനുസരിച്ച് അവരുടെയൊക്കെ ലക്ഷ്യമാണല്ലോ ഇന്ത്യയെ പുറകോട്ടടിക്കുക എന്നുള്ളത്. അവർക്ക് വേണ്ടി രാജ്യത്തെ പുറകോട്ടടിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്ന് വെച്ചാൽ ഇവരെ ഭരണത്തിലിരുന്നെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ വികസിപ്പിച്ചുകൊണ്ടുവരാനുള്ള നടപടിയെടുത്തെങ്കിൽ രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാവുകയുള്ളല്ലോ. അത് ഇല്ലാതിരിക്കണമെങ്കിൽ തങ്ങൾ അധികാരത്തിൽ വരണം എന്നറിയാം. അതിനുവേണ്ടി അവർക്ക് ആ ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. അതിലൂടെ കുറേ ധനം സമ്പാദിക്കണം. ഈ രാജ്യം നന്നാകണമെന്നോ ഈ രാജ്യം വളരണമെന്നോ ഈ രാജ്യത്തെ ലോകം മൊത്തം ബഹുമാനിക്കണം എന്നുള്ള ഒരു ചിന്തയില്ലാതെ സ്വന്തം സ്വാർത്ഥതയ്ക്കായി പണസമ്പാദനം മാത്രമാണ് ഈ സോണിയയായാലും ഒത്തിരി അവരുണ്ടാക്കിയിട്ടുണ്ടല്ലോ. സോണിയയായാലും പ്രിയങ്ക വാദ്ര ആയാലും രാഹുലായാലും ഖർഗെ ആയാലും വേണുഗോപാലായാലും എല്ലാം ചെയ്യുന്നത് ഇവരുടെ ശിഷ്ടങ്ങളാണല്ലോ ബാക്കിയുള്ളവർക്ക്. ഈ കോൺഗ്രസ് അല്പമെങ്കിലുമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളവും കർണാടകത്തിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ കാണിക്കുന്നത് എന്താണ്? ഇവരെല്ലാം ഈ കർണാടകത്തിൽ ഒരുത്തനുണ്ട്, ഖർഗെയുടെ പുത്രൻ, തന്തയെക്കാട്ടി മൂപ്പാണ് അയാൾ. അവിടെ ഇരുന്ന് എന്തൊക്കെ തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ശക്തികളെ നിയന്ത്രിക്കണം, അതിൻ്റെ രജിസ്ട്രേഷൻ കൊണ്ടുവരണം, അതിനെ പിടിച്ച് മൂക്കി ഭരിച്ച് കയറ്റുമെന്നും പറഞ്ഞാണ് അവൻ നടക്കുന്നത്. അവൻ്റെ പേര് പ്രിയങ്ക് ഖാർഗെ. അവനെപ്പോലുള്ളവരാണല്ലോ ഈ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എത്രയാണ് ഈ ദേശീയ ശക്തികളെ നിരോധിക്കാനും നിയന്ത്രിക്കാനും നടക്കുന്ന അവനൊക്കെ എന്ത് ദേശീയതയാണ് നമ്മൾ ചിന്തിക്കുക? ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി കുറേ കാശുണ്ടാക്കുക എന്നൊക്കെയുള്ള അവൻ്റെയൊക്കെ ലക്ഷ്യം. അല്ലാതെ സേവനത്തിന് രാജ്യസ്നേഹവുമായിട്ട് ഇറങ്ങിയതല്ലല്ലോ. തൊഴിലായിട്ട് സ്വീകരിച്ച്, രാഷ്ട്രീയം തൊഴിലായിട്ട് സ്വീകരിച്ച് അതിൽ നിന്ന് ധനം സമ്പാദിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന വിദ്വാൻമാർ. അവർക്ക് ഇതിനൊന്നും പറ്റാതിരുന്നു കഴിഞ്ഞാൽ അവരെന്തും കാണിക്കും. അവർ ഈ ജോർജ് സോറോസ് അല്ല, അതിൻ്റെ അപ്പുറം ഉള്ളവൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാൻ നോക്കും. ഇപ്പം പ്രിയങ്കിനോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ കർണാടകം വേറെ രാജ്യം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് നിങ്ങളൊരു പരിപാടിയുമായിട്ട് ഇറങ്ങി, ഞങ്ങൾ ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഖർഗെയുടെ ഇത്തരം മനസ്ഥിതി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അയാളത് സ്വീകരിക്കും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ദേശീയത ഉയർന്നു വരുന്നതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ദേശീയ ശക്തികളെ, RSS പോലുള്ള ദേശീയവാദ ശക്തികളെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും പറ്റും എന്നുള്ള രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഈ പ്രിയങ്ക് ഖാർഗെയൊക്കെ. അവനൊക്കെ ഇതേ ചെയ്യൂ എന്ന് നമ്മൾ വിശ്വസിച്ചേ തീരൂ. അപ്പം ഇതൊക്കെ ഒന്നും സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോൺഗ്രസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകളെയും കോൺഗ്രസിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ, അവർക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ 100 വട്ടം ആലോചിച്ച്, 100 വട്ടം ആലോചിക്കേണ്ട ആവശ്യമില്ല, ഒരു വട്ടം ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ എല്ലാം ദേശവിരുദ്ധ ശക്തികളാണെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ 100 വട്ടമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ട് കോൺഗ്രസ്സിനെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ കഴിയുമോ ആ രീതിയിൽ നിങ്ങളുടെ വോട്ട് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളോട്
ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കോൺഗ്രസ്സിനെ തീർത്തും ഭരണമെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കാൻ ഉത്തരവാദിത്വം ഓരോ ദേശസ്നേഹിക്കും ഉണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക.